ആർ ശ്രീലേഖയുടെ പഴയ കുറിപ്പ് പ്രചരണായുധമാക്കി കോൺഗ്രസ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം വിശ്വാസത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യമാണെന്ന തിരുവനന്തപുരത്തെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ പഴയ കുറിപ്പ് പ്രചാരണായുധമാക്കി കോൺഗ്രസ്. ആറ്റുകാൽ പൊങ്കാലയിൽ ചൂരൽകുത്ത് കുട്ടികൾക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കുമെന്ന് പരസ്യമായി പോസ്റ്റിട്ട ആളെയാണ് മേയറായി BJP ഉയർത്തി കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. അങ്ങനെയുള്ളവരാണോ ഈ നഗരത്തിന്റെ മേയറാകുന്നതെന്നും മുരളീധരൻ ചോദിച്ചു. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായി കടുത്ത പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെന്ന് 2018 ശ്രീലേഖ കുറിപ്പെഴുതിയതിനു പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. വസ്തുതകൾ അറിയാതെയാണ് ശ്രീലേഖയുടെ പ്രതികരണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞിരുന്നു. ശ്രീലേഖയെ BJP സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും പ്രതികരിച്ചിരുന്നു. കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് സന്ദീപ് ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ മുരളീധരനും വിഷയം ഏറ്റെടുത്തത്. കോൺഗ്രസിന്റെ പ്രചാരണ വേദികളിൽ എല്ലാം ഈ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. അതേസമയം താൻ സ്ഥാനാർത്ഥിയായതിൻ്റെ പേടി കൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നും ആർ ശ്രീലേഖ പറഞ്ഞു. 10ാം വയസ്സു മുതൽ പൊങ്കാലയിടുന്ന ആളാണ് ഞാൻ. എനിക്ക് IPS കിട്ടാൻ കാരണവും ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ്. പൊങ്കാലയിട്ട് ഞാൻ ആറ്റുകാലമ്മയോട് IPS കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. IPS കിട്ടാനായി 22ാം വയസ്സിൽ 3 പൊങ്കാല വരെ ഇട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇത്തവണ പൊങ്കാല ഇടില്ല എന്നാണ് DGP ശ്രീലേഖ IPS 2018 തൻ്റെ ബ്ലോഗിൽ കുറിച്ചത്. ശരീരത്തിൽ ഇരുമ്പ് കൊളുത്ത് കുത്തിയിറക്കുന്ന കുത്തിയോട്ട വ്രതത്തിൻ്റെ പേരിൽ കുട്ടികൾ നേരിടുന്ന പ്രാകൃതപരമായ പീഡനത്തിൽ പ്രതിഷേധിച്ചാണ് പോലീസ് മേധാവി അന്ന് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്.